ഇറാൻ ഹോർമുസ് കടൽപാത അടച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ നടത്തിയ മറ്റൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്. ബാബുൽ മന്ദബ് അടയ്ക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇത് സൗദി അറേബ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിന്റെ 3-ാം ദിവസമാണ് ഇറാൻ ഹോർമുസ് കടൽപാത അടച്ചത്. ഇറാന്റെ ഈ നീക്കം ലോകരാജ്യങ്ങളിലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എങ്കിലും മറ്റു പല വഴികളും ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും. ഇസ്രയേൽ ലെബനനിലെ ആക്രമണം തുടരുന്നതിനാൽ എല്ലാ സമാധാന ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചു. തൊട്ടു പിന്നാലെ ഇറാൻ നടത്തിയ പ്രഖ്യാപനമാണ് ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയത്. ബാബുൽ മന്ദബ് കടലിടുക്ക് കൂടി അടയ്ക്കാൻ പോകുന്നു എന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാത അടച്ചാൽ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള ചരക്ക് ഗതാഗതം സ്തംഭിക്കും. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ലോകം തന്നെ വീഴും. ഈ ആശങ്ക കാരണമാണ് അമേരിക്ക ഇസ്രയേലിനെ തിടുക്കത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബാബുൽ മന്ദബ് അടയ്ക്കുമെന്ന സൂചന വന്ന പിന്നാലെ രാജ്യാന്തര ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡിന്റെ വില 6.7% ഉയർന്ന് ബാരലിന് $97.28 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ചാലുകളിലൊന്നായ ബാബുൽ മന്ദബ് കടലിടുക്കിൽ ഏർപ്പെടുത്തുന്ന ഏതൊരു തടസ്സവും ആഗോള എണ്ണവിലയെ സാരമായി തന്നെ ബാധിക്കും. ബാബുൽ മന്ദബ് കടലിടുക്ക് ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം 29 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. യമനും ആഫ്രിക്കൻ രാജ്യങ്ങളുമായ ജിബൂട്ടി, എറിത്രിയ എന്നിവിടങ്ങളിലേക്കാണ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. സൗദി അറേബ്യ ഏഷ്യയിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന പ്രധാന പാതകളിലൊന്ന് ഇത് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് യൂറോപ്പിലേക്ക് സുവേസ് കനാൽ വഴിയോ ഈജിപ്തിലെ റെഡ് സീ തീരത്തുള്ള സുമേഡ് പൈപ്പ് ലൈൻ വഴിയോ കയറ്റുമതി ചെയ്യുന്നതിനും ഇത് നിർണായകമാണ്. 2024 ഏകദേശം 4.1 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലും ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ കടലിടുക്കിലൂടെ കടന്നുപോയി. ഇത് ആഗോള മൊത്തം ഉൽപ്പാദനത്തിന്റെ 5%. എണ്ണയ്ക്കു പുറമെ ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 10% ബാബുൽ മന്ദബ് വഴിയാണ് നടക്കുന്നത്. ഇറാൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ഹോർമുസ് കടലിടുക്ക് IRGC തടഞ്ഞതിനാൽ ബാബുൽ മന്ദബിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. സാധാരണയായി ഹോർമുസിനെ ആശ്രയിച്ചിരിക്കുന്ന സൗദി അറേബ്യ ചെങ്കടലിനെ യാൻബു തുറമുഖം വഴി ബാബുൽ മന്ദബിലൂടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയതും ഇതിന് ഉദാഹരണമാണ്. എന്തായാലും സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.